കാന്താര. ഹലോ കൂട്ടുകാരെ, കാന്താര സിനിമയിലെ കഥാപാത്രങ്ങളുടെ സ്കിൽ അനാലിസിസാണ് ഇന്നിവിടെ പറയുന്നത്. 2022 കാന്താര റിലീസായത്. സിനിമ എന്ന നിലയിൽ മാത്രം നോക്കാതെ അതിലെ ഓരോ കഥാപാത്രവും നമ്മെ പഠിപ്പിക്കുന്ന ജീവിത കഴിവുകൾ അഥവാ ലൈഫ് സ്കിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടാലോ. രാജാവ്. 1847 തീരദേശ കർണാടകയിൽ ഒരിക്കൽ സമ്പത്തും ശക്തിയുമുള്ള ഒരു രാജാവുണ്ടായിരുന്നു. ഭൂമി, അധികാരം, കുടുംബം എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് സമാധാനമില്ലായിരുന്നു. സന്തോഷം തേടി അദ്ദേഹം യാത്ര തിരിച്ചു. ഒടുവിൽ കാടിനു നടുവിൽ പഞ്ചുരുളി ദൈവത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹം കണ്ടെത്തി. ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താവുന്ന പാഠം, ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയാലും അതോടെ യാത്ര അവസാനിക്കുന്നില്ല. സത്യമായുള്ള സമാധാനം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആ സന്തോഷം കണ്ടെത്താൻ നാം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ ഒന്നും സൗജന്യമല്ല കൂട്ടുകാരെ. ഓരോ അനുഗ്രഹത്തിനും ഓരോ ഉത്തരവാദിത്വമുണ്ട്. അച്ഛനും ഗുരവയും. വർഷങ്ങൾക്കിപ്പുറം കാട്ടിലെ ഭൂതകോല കലാകാരനായിരുന്ന ശിവയുടെ അച്ഛൻ അപ്രത്യക്ഷനാകുന്നു. പിന്നീട് ശിവ ഏറ്റെടുക്കേണ്ട ആ സ്ഥാനം ഏറ്റെടുക്കുന്നത് ശിവയുടെ സഹോദരനായ ഗുരവയാണ്. ഇത് നമ്മളോട് പറയുന്നത് ഓരോ കുടുംബത്തിലും സമൂഹത്തിലും സ്ഥാപനങ്ങളിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട സമയത്ത് ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വരണമെന്ന് തന്നെയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന പാഠം, നമ്മൾ തയ്യാറാകുന്നത് വരെ ഉത്തരവാദിത്തം കാത്തിരിക്കില്ല. അത് വരുമ്പോൾ ഏറ്റെടുക്കണം. ആ ധൈര്യം നാം പ്രകടിപ്പിക്കണം. ശിവ, കഥയിലെ നായകൻ. ശിവ വളർന്നു വന്നത് ഒരു കലാപകാരിയും ഒരു ശല്യക്കാരനുമായിട്ടായിരുന്നു. അച്ഛൻ്റെ നഷ്ടത്തിൻ്റെ വേദന കൊണ്ട് എല്ലാവരും ബഹുമാനിക്കുന്ന ഭൂതകോലം ഏറ്റെടുക്കാൻ അയാൾ വിസമ്മതിച്ചു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഗ്രാമത്തിന് വേണ്ടി പൊരുതുകയും ഒടുവിൽ സംരക്ഷകനായി മാറുകയും ചെയ്തു. തെറ്റിൽ നിന്ന് ശരിയിലേക്ക് വന്നപ്പോൾ അയാൾ നായകനായി മാറി. കൂട്ടുകാരെ, എല്ലാവരുടെയും ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. കഷ്ടപ്പാടുകളും പിഴവുകളും വേദനകളും തോൽവികളും ഇതൊക്കെ തന്നെയാണ് ആ ശക്തിയെ ഉണർത്തുന്നതും നമ്മെ ഹീറോ ആക്കുന്നതും. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ മുരളി. അദ്ദേഹം നിയമങ്ങളും ഉത്തരവുകളും പാലിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആദ്യം ഗ്രാമക്കാരുമായും ശിവയുമായും ഏറ്റുമുട്ടി. പക്ഷേ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ഗ്രാമക്കാരോടൊപ്പം നിന്നു. കൂട്ടുകാരെ, നമുക്ക് മനസ്സിലാക്കേണ്ട പാഠം, അനുസരണവും നിയന്ത്രണവും ഒക്കെ ആവശ്യമാണ്. പക്ഷേ അതിലും വലുതാണ് സമൂഹത്തെ ഒന്നിച്ചു നിർത്താനുള്ള കഴിവ്. ചില ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ നമ്മൾ ഏർപ്പെടുമ്പോൾ സമൂഹത്തെ ഒന്നിച്ചു നിർത്താനുള്ള, ചേർക്കാനുള്ള ആ കഴിവ് നമ്മൾ ആർജിച്ചെടുത്തേ മതിയാകും. നിയമം പാലിക്കുമ്പോഴും മനുഷ്യനെ മനുഷ്യനായി മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥ ധർമ്മം പാലിക്കപ്പെടുന്നത്. ഈ കഥയിലെ വില്ലൻ ദേവേന്ദ്ര, ഭൂമിയുടമ. ഗ്രാമക്കാരെ സഹായിക്കുന്നവനെന്ന നടപ്പോടെ യഥാർത്ഥത്തിൽ ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ആളാണ് അയാൾ. അയാൾക്ക് തന്ത്രവും ശക്തിയും ഉണ്ടായിരുന്നു, പക്ഷേ സത്യസന്ധത ഒട്ടുമില്ലായിരുന്നു. ഒടുവിൽ തൻ്റെ തന്നെ ചതിയിൽ അയാൾ തകർന്നു വീണു. കൂട്ടുകാരെ, മൂല്യങ്ങളില്ലാത്ത കഴിവുകൾ താൽക്കാലിക വിജയം നൽകാം, പക്ഷേ ദീർഘകാലത്ത് അത് ഒരിക്കലും നിലനിൽക്കില്ല കേട്ടോ. ലീല ഒരു ഫോറസ്റ്റ് ഗാർഡാണ്. ഒരു വശത്ത് പ്രണയം, മറുവശത്ത് ജോലി. ഉത്തരവാദിത്തങ്ങളും ബന്ധങ്ങളും തമ്മിലുള്ള സംഘർഷത്തെ ലീല പ്രതിനിധീകരിക്കുന്നു. ലീലയുടെ ജീവിതം നമ്മളോട് പറയുന്നത് യഥാർത്ഥ ബന്ധങ്ങൾ വളരുന്നത് പരസ്പര ബഹുമാനത്തിലൂടെ എന്നാണ്. ഒടുവിൽ ശിവ തൻ്റെ വിധി ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ ശക്തിയെ സ്വീകരിക്കുമ്പോൾ കഥ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത് എന്താണെന്ന് നോക്കാം. ശരിയായ ശക്തി ആയുധങ്ങളിലോ അധികാരത്തിലോ പണത്തിലോ അല്ല. സത്യം, നീതി, സമൂഹത്തിൻ്റെ ഐക്യം ഇവയ്ക്കൊപ്പം നിൽക്കുന്നതിലാണ് യഥാർത്ഥ ശക്തിയെന്ന്. കാന്താര നമ്മെ പഠിപ്പിക്കുന്നതെന്തെന്നാൽ, രാജാവിൽ നിന്ന് സമാധാനം തരാത്ത സമ്പത്ത് കൊണ്ട് ഒരു ഗുണവുമില്ല. ഗുരവയിൽ നിന്ന് കഠിനമായാലും കടമ നിറവേറ്റണം. ശിവയിൽ നിന്ന് പോരാട്ടം നമ്മിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ ഉണർത്തും. മുരളിയിൽ നിന്ന് നിയമത്തെയും കരുണയെയും ഒരുമിപ്പിക്കുക. ദേവേന്ദ്രയിൽ നിന്ന് ആർത്തി സ്വയം നശിപ്പിക്കും. ലീലയിൽ നിന്ന് പ്രണയത്തിനും കടമയ്ക്കും ബഹുമാനം കൊടുക്കണം. കാന്താര ഒരു സിനിമ മാത്രമല്ല, ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടി കൂടിയാണ്.